വയനാട് പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു. ആവശ്യമെങ്കിൽ വനാതിർത്തിയിൽ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കും. ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടും. മയക്കുവെടി വെക്കാൻ ടീമിനെ സജ്ജമാക്കിയെന്ന് വനം വകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസാണ് ചേരുന്നത്. ലിനറ്റ്, എന്തായാലും കഴിഞ്ഞ ദിവസം അവിടെ ഒരാൾ മരണപ്പെട്ടു. അതിന് സമീപം തന്നെയാണ് ഈ ഒരു കടുവയെ കണ്ടെത്തിയത് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ വനം വകുപ്പ് പറയുന്നത്? 5 മണിയോടുകൂടിയാണ് പ്രദേശത്ത് വീണ്ടും കടുവയെ കണ്ട സാഹചര്യത്തിലാണ് കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. വയനാട് പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയ്ക്കായിട്ടാണ് ഇത്തരത്തിൽ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ വനാതിർത്തിയിൽ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടുവാൻ വേണ്ടിയിട്ടാണ് വനം വകുപ്പ് തയ്യാറെടുക്കുന്നത്. മയക്കുവെടി വെക്കാനുള്ള ടീമിനെ തന്നെ ഇതിനുവേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. 8 ടീമുകളായി തിരിഞ്ഞ് വണ്ടിക്കടവ് വനാതിർത്തിയിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. കർണാടക ഡാറ്റാബേസിൽ കടുവയാണെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് സംശയിക്കുന്നത്. കടുവയുടെ ചിത്രങ്ങളടക്കം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് വനംവകുപ്പ് നൽകുന്ന സൂചന. കൂടുതൽ ലൈവ് ക്യാമറകളും ക്യാമറ ട്രാപ്പുകളും സ്ഥാപിച്ച് കടുവയെ നിരീക്ഷിക്കുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ നിന്ന് കണ്ട കടുവയ്ക്ക് പരിക്കുകളുണ്ട്. അതുകൊണ്ട് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. സ്വാതി. ശരി, വ്യക്തമാണ്.